ഹായ് ബെനിച്ചേട്ടൻ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വലിയ പ്ലാന്റ് ഉപയോഗിച്ച് ഈ നമ്മുടെ ഫാമിംഗ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഫാമിംഗ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇതിന് വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. പെട്ടെന്ന് നമുക്ക് റിസോർട്ട് പോലെയോ അല്ലെങ്കിൽ ഫാം ഹൗസ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വീടോ അങ്ങനെയൊക്കെ പണിയുന്ന സമയത്ത് വലിയ പ്ലാന്റ് ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാം ഒന്ന് വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കാണുക. ഓക്കെ ബെനിച്ചേട്ടൻ, ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റാണ് ഇത് മൊത്തം. വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് ഇത് മൊത്തം. ഇവിടെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ചെമ്പടാക്കെന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് ചൈനീസ് പേര എന്ന് പറയുന്നൊരു പേരയാണ്. 6 അടിക്ക് മുകളിലൊക്കെ 5 അടി 6 അടി മുകളിൽ പൊക്കം. പുതിയ വീട് പണിയുന്നവരോ റിസോർട്ട് പണിയുന്നവരൊക്കെ അല്ലെ ഫാം ഹൗസ് പണിയുന്നവരൊക്കെ നമ്മൾ ഇതുപോലത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് പ്രൂൺ ചെയ്ത് കളഞ്ഞ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. സ്ട്രോബെറി പേരയാണ്. സ്ട്രോബെറി പേര നല്ല നിറച്ചുണ്ടാകുന്നൊരു പേരയാണ്. ചെറിയ പൂക്കളുണ്ടാകുന്നു, നിറച്ചുണ്ടാകുകയും ചെയ്യും. ഇത് മുഴുവൻ ചിക്കുക, കാഴ്ച നിൽക്കുന്ന ചിക്ക്. ഈ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നിറച്ച് കായ്ക്കും. ഇത് വിയറ്റ്നാം മേള എന്ന് പറയുന്ന വലിയ പ്ലാവ്. അടുത്ത വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങും. വലിയ പ്ലാവ് ഒറ്റ വർഷത്തെ മണ്ണിലോട്ട് വെച്ചിട്ട് ഒരു 1-ാം വർഷം കായ്ച്ചു തുടങ്ങുന്ന ടൈപ്പ്. 5 അടിക്ക് മുകളിലുണ്ട് വലിപ്പം. ഇത് നെല്ലിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത വലിയ പ്ലാന്റാണ്. പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ്. ഇത് മൾബറി ഇലയൊക്കെ പോയിട്ട് നിൽക്കുകയാണ്. വലിയ പ്ലാന്റ്. ഇത് കണിക്കുന്നതാണ്. വലിയ കവുങ്ങൻ തൈ, കൊള്ളം കവുങ്ങൻ തൈയാണ്. പേരാണ് റെഡ് കളറിലുണ്ടാകുന്നത് വലിയ പേര. അത് 4 അടി ഹൈറ്റുള്ള ചെടിയാണ്. ഇത് മുഴുവൻ വെരിഗേറ്റഡ് പേരയാണ്. വെരിഗേറ്റഡ് പറഞ്ഞുകൊണ്ട് വെരിഗേറ്റഡ് കളേഴ്സ്. ഇതൊരു 4-5 ചെടികൾ ഒരുമിച്ച് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ലാൻഡ്സ്കേപ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ. അടുപ്പിച്ച് കഴിഞ്ഞാൽ കായും ഉണ്ടാവും. ഇതിൻ്റെ പേരക്കായും വെരിഗേറ്റഡ് കേട്ടോ. ഇതിൻ്റെ പേരക്കായും വെരിഗേറ്റഡ്. ഇതൊരു 5 വർഷത്തിന് മുകളിൽ വലിപ്പമുള്ള പ്രായമുള്ള മാംഗോസ്റ്റിനാണ്. ഇതൊരു പുളിയാണ് കേട്ടോ, പടംപുളി. ഇത്രയും വലിയ ഞാനത് വേറുണ്ട് 10 അടിക്ക് മുകളിലുള്ള പുളി. ഇങ്ങനെ സെലക്ട് ചെയ്യണം. പല സ്ഥലങ്ങളിലും പോയിട്ട് പല നഴ്സറിയിൽ പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാന്റ് കിട്ടും. ഇത് നമുക്ക് നടാൻ പറ്റുന്ന ടൈപ്പ് മാവാട്ടോ. ഇത് കണ്ട് ഞെട്ടണ്ട. പോളിസ്റ്റ. ഇതൊരു മരമുന്തിരിയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. വലിയ പ്ലാന്റ്. ഇത് ജാതി കണ്ടോ, വലിയ ജാതി. കായ്ച്ച് നിൽക്കുന്ന ടൈപ്പ്. കായ്ക്കുന്ന സമയം അല്ലാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു ചോട് കണ്ടോ. അന്നേരം ഏകദേശം ഒരു ആശയം കെട്ടി കാണുമെന്ന് മനസ്സിലായി കാണും അല്ലേ. കാരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുന്നത് ഒരു ഫുഡ് ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നഴ്സറി മാത്രം പോയാൽ ഇത്രയും ചെടികൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആദ്യമേ എത്ര പ്ലാന്റ് വെച്ച് വെക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മൾ ഒരു മണ്ണുത്തി പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ കുറേ നഴ്സറികളുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് മണ്ണത്തിലെ പല നഴ്സറികളിൽ നിന്നുള്ള വീഡിയോസാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തു നിന്നും പല ഹൈറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഭികാമ്യം. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ സർവീസാണ് ഏറ്റവും വലിയ പ്രധാനം. വലിയ പ്ലാന്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികൾ മറക്കണമെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഏത് പ്ലാന്റിനെയും വലിയ പ്ലാന്റുകൾ കിട്ടും. പക്ഷെ പല എന്താ പറയുന്നത് 1000 രൂപ തൊട്ട് 5000 രൂപ വരെ തൊട്ട് 10000 രൂപ വരെയൊക്കെ വില ഓരോ സാധനങ്ങളുടെ വിലയുണ്ട്. 550 രൂപയ്ക്ക് കിട്ടുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല വെറൈറ്റീസുകളും അതിനകത്തുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരു എന്നൊക്കെ ഇപ്പം റിസോർട്ടൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഫാം ഹൗസൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു വീട് വെച്ച് പെട്ടെന്നൊരു 10-25 പ്ലാന്റ് വെക്കണമെങ്കിൽ നമുക്ക് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടീസ്. മറ്റേതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാശ് കുറച്ച് കിട്ടും.
നമുക്ക് അത്രയും നാൾക്ക് മുമ്പേ നമുക്ക് ഹീൽഡ് കിട്ടി തുടങ്ങാമെന്ന് പറഞ്ഞ സംഭവമാണ്. ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ ഇതിനുണ്ട്, ഗുണങ്ങളുണ്ട് ഇതിന്. ഏതായാലും നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രൊജക്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയുടെ ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം ഹരിതനും എനിക്കറിയാം.